വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ഇന്ന് നമ്മുടെ ഈ പച്ചക്കറി എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്നുള്ളത് എന്നോടൊന്ന് പറയണം. ഇത് പാവയ്ക്കയുടെ ഫാമിലി ആണെങ്കിലും ഒട്ടും കയ്പില്ലാത്തൊരു പച്ചക്കറിയാണ്. കാട്ടുപാവൽ, എരുമ പാവൽ, വാതുക്ക, ഖണ്ടോല എന്നൊക്കെയാണ് ഇതിന് പല പേരുകളുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്കിന്ന് ഇതുകൊണ്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഞാനിത് ഹൈദരാബാദിൽ വന്നതിന് ശേഷമാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. പാവയ്ക്ക പോലെ തന്നെ ഗുണമാണ്, എന്നാൽ തീരെ കയ്പുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടയ്ക്കൊക്കെ ഇത് വാങ്ങാറുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ 2 സൈഡും ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ചിലതൊക്കെ നല്ല മുറ്റിയതാണെന്നെങ്കിൽ കുരു നല്ല കട്ടിയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം കുരു ഒന്ന് കളയുക. കുരു കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇത് എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ കാട്ടുപാവൽ കൂടാതെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു സവോളയും 4-5 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും കൂടി വേണം. വെളുത്തുള്ളി നമ്മൾ തൊലിയോടുകൂടിയാണ് എടുക്കുന്നത്. അത് ആദ്യം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഒരു നൈഫ് വെച്ച് നമുക്കിതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് നമുക്കൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ നേരം ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാട്ടുപാവൽ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം അല്ലെങ്കിൽ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഒരു സൈഡിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിതൊരു ട്രാൻസ്ലൂസൻറ്റ് അല്ലെങ്കിൽ നേർത്ത് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സാധാരണയായിട്ട് നമുക്കിത് ചെറിയ സൈസിലാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വഴണ്ടി കിട്ടും. ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും വലിയ സൈസിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. സ്ക്രീനിൽ കാണുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ടാണ് നമ്മളിത് വറുത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പം കടുകും വറ്റൽമുളകും പൊട്ടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ആ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് പിങ്ക് കളറാവുന്നതോടെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലപോലെ വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടാണ് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി പെട്ടെന്ന് നല്ല വെന്ത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാട്ടുപാവലും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയുടെയും മസാലയുടെയൊക്കെ ഫ്ലേവർ ഇതിലേക്ക് പിടിക്കാനായിട്ട് നമുക്കിത് ചെറിയ തീയിൽ 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പം മസാലയുടെയൊക്കെ ഫ്ലേവറൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ കാട്ടുപാവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ആദ്യം വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ക്രഞ്ചിയൊക്കെയാണ്. ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ സൂപ്പർ മാർക്കറ്റിൽ ഇത് കണ്ടിട്ട് വാങ്ങിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വാങ്ങി നോക്കി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പാവയ്ക്ക പോലെ ഗുണമുള്ളൊരു പച്ചക്കറിയാണ്, എന്നാൽ തീരെ കയ്പില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല സന്തോഷത്തോടുകൂടി കഴിച്ചോളും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.